ഈ കാലത്തെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓഫീസ് ജോബ് ഒക്കെ കണ്ടുവരുന്നല്ലേ. അതിൽ കുറെ നേരം ഇരിക്കുന്നു, കുറെ നേരം ഓഫീസിലിരിക്കുന്നു, ആൾക്കാരെല്ലാവരും ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നു. സെഡന്ററി ലൈഫ് സ്റ്റൈല്. ഈ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇന്ന് നമ്മുടെ വേൾഡ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ മെഡിക്കൽ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഡന്ററി ലൈഫ് സ്റ്റൈൽ. ഇന്ന് എല്ലാവരും മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ആർ സിറ്റിംഗ് ആൻഡ് ഡൂയിങ് എവറിത്തിങ്. ഇനി ഒരു പണിയില്ലാത്തവരോ അവരും വെറുതെ ഇരുന്നിട്ട് തോണ്ടുന്ന പണിയാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് സെഡന്ററി ലൈഫ് സ്റ്റൈൽ അതിപ്പം ഒരു പുതിയൊരു ക്യാപ്ഷൻ ഉണ്ട് വെച്ചാൽ സിറ്റിംഗ് ഈസ് ന്യൂ സ്മോക്കിംഗ്. വെച്ചാൽ ഇരിക്കുന്നത്, വെറുതെ ഇരിക്കുന്നത്, സെഡന്ററി ആയിട്ട് ഇരിക്കുന്നത് പുകവലിക്കുന്ന അത്ര ഹാനികരമാണെന്നാണ് പറയാം. ഇഫ് യു സിറ്റ് ഫോർ ഹാഫ് ആൻ അവർ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനും ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഐ മീൻ ഓഫ് കോഴ്സ് ഞങ്ങൾ സർജറി ചെയ്യുമ്പോൾ കുറെ നിന്നിട്ടുള്ള ജോലി, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഒരു സ്റ്റാറ്റിക് പൊസിഷനാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് സീറ്റിൽ നിന്ന് എണീക്കുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നടന്നു വരിക, അല്ലെങ്കിൽ ഒന്ന് കോഫി കുടിച്ചിട്ട് വരിക, ഒരു 5 minutes ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഇരിക്കുക. ഇപ്പൊ ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദാറ്റ് ഈസ് ദ വേൾഡ്. സോ ഒരാൾ മാത്രം സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആളാകുമ്പോൾ അയാൾ വേൾഡിൽ നിന്ന് ഔട്ട്കാസ്റ്റ് ആയി പോകും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക, റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എല്ലാവരും തോണ്ടിക്കൊണ്ടിരിക്കും, നമ്മളും തോണ്ടും എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ തോണ്ടുന്ന പ്രോസസ്സിൽ നമ്മൾ എങ്ങനെ ഹെൽത്തി ആയിരിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫോൺ സംസാരിക്കുന്നത്, അത് ഞാൻ അഡ്വൈസ് ചെയ്യാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വരാം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മൂവിയൊക്കെ കാണുന്നത്, ഇപ്പം അതും മൊബൈലിലാണ് എല്ലാവരും കാണുന്നത്, അതെന്ത് ചെയ്യുക, നമ്മളൊരു ടി വിയുമായിട്ട് സ്ക്രീൻ ഷെയറിങ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ടി വിയിൽ നമ്മളൊരു പ്രോഗ്രാം കാണുമ്പോഴും മൊബൈലിൽ കാണുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ മൊബൈൽ ഇസ് എ സ്മോൾ ഗാഡ്ജറ്റ്. സോ യു വിൽ ബി ലുക്കിംഗ് അറ്റ് ഇറ്റ് വെരി സ്റ്റാറ്റിക്കലി, ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ പൊസിഷനൊക്കെ ഇങ്ങനെ സ്റ്റിഫായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ നേരെ കുറച്ചൊരു ടി വിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് കാലൊന്ന് മടക്കി, കാലൊന്ന് നീട്ടി, കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് നമ്മളിങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യും അല്ലേ. എന്തെങ്കിലും ഒന്ന് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ സ്ക്രീൻ എന്താ പറയുക മിററിങ് ചെയ്തിട്ട് ടി വിയിൽ കാണാം. അതെൻ്റെ ഒരു അഡ്വൈസാണ്. പക്ഷെ ടി വിയും കുറേ നേരം കാണണമെന്നുള്ള ഒരു അഡ്വൈസ് അല്ല ഇത്. അറ്റ്ലീസ്റ്റ് ദാറ്റ് ഈസ് ബെറ്റർ ദാൻ ദിസ് എന്നുള്ളത്. അതേപോലെ കുറേ നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇടക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുക, ഇടക്കൊന്ന് ബ്രേക്ക് എടുക്കുക. കാരണം ഇനി ഇരിക്കാൻ പാടില്ല, ഇരിക്കാത്ത ജോലിയെ പാടുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് ലോകത്ത് കാര്യമില്ല. കാരണം ഇരിക്കുന്ന ജോലിയാണ് ലോകത്തുള്ളത്, മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് അതിന്റെ ഒരു ഹെൽത്ത് അഡ്വൈസ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഇറങ്ങുന്ന വാച്ചുകളൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്യുന്നതാണല്ലോ. നമ്മൾ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ചെയ്യാൻ പറയും, സ്മാർട്ട് വാച്ച് ഒക്കെ. അതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കും. തീർച്ചയായിട്ടും.